ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു ചോക്ലേറ്റ് കേക്കാണ്. തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതിന് ഓവനോ ഒന്നും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഒരു പാനിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് മൈദയാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 നുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കേക്കിൽ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. കൊക്കോ പൗഡർ നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല. ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതുകൊണ്ടാണ്. മുട്ട ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. എസൻസ് ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഓയിലിന് പകരം നമുക്ക് 1/4 കപ്പ് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓയിൽ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മുട്ടയും പഞ്ചസാരയും ഓയിലും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കൊക്കോ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിൽ 1/4 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ വിനാഗിരിയുടെ മിക്സ് ചെയ്തെടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പാറ്റില കൊണ്ട് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ കുറേശ്ശെയായിട്ട് പല പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ പൊടി 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെയായിട്ട് ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് സ്പാറ്റില കൊണ്ട് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കൂടുതൽ ഓവറായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡായി പോകും. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും പല പ്രാവശ്യമായിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്ക് ബാറ്ററി കാണുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ ഒരു പാനാണ്. അതിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് റൗണ്ട് ഷേപ്പിൽ വെട്ടി വെച്ചിരിക്കുന്ന ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കും കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കണം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം കേക്ക് ടിൻ കയ്യിലെടുത്ത് പതുക്കെ താഴേക്ക് തട്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബാറ്ററിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പഴയ പാനിൽ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മളതിൽ ഉപ്പുപൊടിയോ മണലോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ പാനിലേക്ക് ഞാനൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റാൻഡ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സ്റ്റീൽ പ്ലേറ്റ് കമത്തി വെച്ച് കൊടുത്താലും മതി. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പാൻ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. കേക്ക് ടിൻ വെച്ചതിന് ശേഷം നമുക്ക് പാൻ മൂടി കൊടുക്കാം. പാൻ മൂടി വെച്ചതിന് ശേഷം സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് 3 മിനിറ്റ് കുക്ക് ചെയ്യണം. അതിന് ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് 30 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. അതിന് ശേഷം 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യണം.
നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും അടിയിൽ പിടിക്കാതെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ കേക്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 25-30 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് കുക്കായിട്ട് വരും. കേക്കിന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു 25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റിയിട്ട് നോക്കാം. മൂടി മാറ്റിയതിന് ശേഷം ഒരു കത്തിയോ സ്ക്യൂവറോ കൊണ്ടൊന്ന് കുത്തി നോക്കണം. ഈ സ്ക്യൂവറിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ല പാകത്തിന് കുക്കായി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കേക്ക് ടിൻ പുറത്തേക്ക് എടുത്ത് വെക്കാം. സ്ക്യൂവർ കുത്തി നോക്കുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു 5 മിനിറ്റും കൂടെയൊക്കെ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല പാകമായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. കേക്ക് പുറത്തെടുത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് തണുത്തെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. പാനിൻ്റെ സൈഡ് നമുക്കൊന്ന് പതുക്കെ കത്തി കൊണ്ട് വിടിയിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം കേക്ക് പുറത്തേക്ക് എടുക്കാം. കേക്ക് പുറത്തേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ നമുക്ക് എടുത്ത് മാറ്റാം. ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം നമുക്ക് കേക്ക് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്ക് ഈ കേക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഐസിംഗ് ഒക്കെ ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡൊക്കെ പുരട്ടിയതിന് ശേഷം കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.